ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്നും പൊന്മുടിയിലോട്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് അങ്ങനെ പറയാൻ മാത്രം ഒരുക്കമൊന്നും ആയിട്ടില്ല. അപ്പം രാവിലെ 4:30 തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇപ്പം 4:45 സമയം. ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുന്നതിൻ്റെയാണ് ഒരു എനർജി കുറവ്. പിന്നെ എന്തുവാ പെട്ടെന്ന് തീരുമാനമാണല്ല. അപ്പോൾ രാവിലത്തെ ഫുഡെല്ലാം ആക്കുക. ഞങ്ങളിത് വെച്ച് ഫുഡെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോകാം. അങ്ങനെ രാവിലത്തെയും ഉച്ചത്തെയും മാത്രമേ എടുക്കുന്നുള്ളൂ. രാത്രി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം അവരാക്കുവാണ്. അലാറം വെച്ചതാണ് കേട്ടോ എഴുന്നേറ്റ്. അവൾ 4:30, ഞാൻ 4 മണിയായപ്പോഴേ എഴുന്നേറ്റു. ഞാൻ 4 മണിയായിട്ട് എനിക്ക് കുറച്ച് പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത്. വെളിയിൽ കിടന്ന ആളെ താഴെ കൊണ്ടുവന്ന് കിടത്തിരിക്കുകയാണ് കേട്ടോ. അല്ല, ബാക്കി വ്ളോഗിൽ കാണാം. ഞങ്ങളെല്ലാവരും ഒരുങ്ങി കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഏഞ്ചലും അവൻ ഒരുക്കിയത്. കാരണം അവൾ ഉറങ്ങുന്ന കാരണം ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതിയിട്ട് എല്ലാവരും ഒരുങ്ങിയതിന് ശേഷമായിരുന്നു കേട്ടോ പുള്ളിക്കാരിനെ ഉണർത്തിയപ്പോഴും ആള് കരഞ്ഞൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ എവിടെ പോകാൻ പോകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഒരുക്കുന്നുള്ളപ്പോഴും അവൾക്ക് മനസ്സിലായതുകൊണ്ട് ആള് നല്ല കൂളായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര ഹാപ്പി ചിറ്റ് മൂഡൊക്കെ ആയിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് ഇടാനാണേലും ഡൈപ്പർ ചേഞ്ച് ചെയ്യാനാണേലും മുടിയിട്ടാനൊക്കെ ആള് നന്നായിട്ട് കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. കാരണം തലേന്ന് ഡിസിഷൻ എടുക്കുന്നു, പിറ്റേന്ന് പോകുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ ഇത് സംഭവം. എൻ്റെ ആൻറ്റി ദുബായിലായിരുന്നു. അപ്പോൾ ആൻറ്റി നാട്ടിൽ വന്നു 1 മാസത്തെ ലീവിന്. അങ്ങനെ ആൻറ്റി നേരത്തെ ഒരിട്ട് വന്നിട്ട് ഒരാവശ്യമായതുകൊണ്ട് ആൻറ്റി തിരിച്ച് പെട്ടെന്ന് പോയി. എന്നിട്ട് വീണ്ടും വന്നു. അന്നേ ആൻറ്റി പറഞ്ഞിട്ട് പോയി, ഇനി ഞാൻ വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞങ്ങളത് ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതങ്ങ് വിട്ടു. എന്നിട്ട് ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേ ദിവസമാണോ അതിൻ്റെ മുന്നത്തെ ദിവസമാണോ ആൻറ്റി നാട്ടിൽ വന്നത്. അതായത് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ആൻറ്റി നമുക്ക് പോകാം എവിടെയും പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ശരി എങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൊന്മുടി തന്നെ ഡിസൈഡ് ചെയ്തിട്ടോ. കാരണം നേരത്തെ ആൻറ്റി അങ്ങനെ എവിടെയും പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് എടുത്തിട്ട പേരായിരുന്നു പൊന്മുടി എന്നുള്ളത്. അതുകൊണ്ട് ശരി നമുക്ക് പൊന്മുടി തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഏഞ്ചലും അവയും പ്രിയയും ആൻറ്റി മാത്രമായിട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തീരുമാനിച്ചത്. ഞങ്ങൾ കരുതി തിരുവനന്തപുരം വരെ ട്രെയിനിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ പോകാമെന്ന്. ഞങ്ങളിങ്ങനെയൊക്കെ പ്ലാൻ ഇടുന്നുണ്ടപ്പോൾ അമ്മയുടെ മനസ്സിലിങ്ങനെ എടുത്തു, അമ്മയ്ക്ക് അങ്ങ് വന്നാലോ എന്നുള്ളൊരു ആഗ്രഹമായി മനസ്സിൽ. പക്ഷെ പുള്ളിക്കാർ പുറത്ത് കാണിച്ചില്ല. പക്ഷെ അമ്മയുടെ ആ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്കത് മനസ്സിലായി. പക്ഷെ അമ്മയുടെ മടി എന്നുള്ളത്, അമ്മയ്ക്ക് ട്രെയിനും ബസ്സും കയറി യാത്ര ചെയ്യാൻ അമ്മയ്ക്കൊരു മടി. അത് കാരണമാണ് അമ്മ ഉള്ളിലോട്ട് വലിഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് വരണമെന്നുണ്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അപ്പേനെ വിളിച്ച് അപ്പേനെ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോയിൽ പോകാമെന്ന് എടുത്തിട്ട്. കാരണം അത്രയും ദൂരെയൊക്കെ ഓട്ടോയിൽ പോകുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച കാര്യം തന്നെ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ചിലവ് ഷെയർ ചെയ്യാം, അങ്ങനെ ഓട്ടോയിൽ പോകാമെന്ന്. അങ്ങനെ അപ്പയോട് ചോദിച്ചപ്പോൾ അപ്പ അത് സമ്മതിച്ചു. അങ്ങനെ ലാസ്റ്റ് ഓട്ടോയിൽ തന്നെ ഞങ്ങൾ പോയി കേട്ടോ. ഇതിപ്പം ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി വെളിയിറങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. പ്രിയ സാധനങ്ങളെല്ലാം ഓട്ടോയിലെടുത്ത് വെക്കുമായിരുന്നു. മോളുടെ ക്യാരി ബാഗും പിന്നെ മോക്ക് വേണ്ടി എടുത്ത് വെച്ച ഡ്രസ്സും പിന്നെ തണുപ്പത്തെടുത്ത കുറച്ച് ഡ്രസ്സൊക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഏഞ്ചലും എല്ലാവരും ഭയങ്കര ഖുഷി തന്നെ ആയിരുന്നു യാത്ര പോകുന്നതിൻ്റെ. ഞങ്ങൾ ഫുഡെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തേനുള്ളതും ഉച്ചയ്ക്കുള്ളതും പിന്നെ ഏഞ്ചലിന് വേണ്ടിയിട്ട് പഴവും മുട്ടയൊക്കെ പുഴുങ്ങി വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയൊന്നും രാത്രി ഉറങ്ങിയില്ലെന്ന് തന്നെ പറയാം. കാരണം അവർ ഫുൾ ടൈം കിച്ചണിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ചെയ്തു. ഒരു 6 മണിക്കെങ്കിലും അവിടെ നിന്ന് പുറപ്പെടണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. ഈ അപ്പയാണ് എല്ലാം അങ്ങ് ലേറ്റ് ആക്കിയത്. കാരണം സമയമായപ്പോഴത്തേനും അപ്പയുടെ ചെടിക്ക് വെള്ളം ഒഴിക്കലും അതും ഇതും എല്ലാമായിട്ട് നോക്കി 6:25 ഈ ചെടിയിലുള്ള വെള്ളം ഒഴുക്കും കൂടെ കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും 6 മണിക്ക് ഒരുങ്ങി നിൽക്കുമായിരുന്നു. അപ്പയ്ക്ക് എക്സസൈസും കഴിഞ്ഞ് മുകളിലത്തെ ചെടിക്ക് വെള്ളം ഒഴിച്ച് വീട്ടിൽ വെള്ളം പിടിച്ച് താഴത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അപ്പ ഇറങ്ങിയപ്പോഴത്തേനും 6:30 ആയി കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും ഒരുങ്ങാൻ സമയം വേണമെന്ന് വിചാരിച്ചിട്ട് അപ്പ എപ്പോഴും ഞങ്ങൾ ഒരുങ്ങിയതിന് ശേഷമാണ് ഒരുങ്ങാൻ തന്നെ കയറാറ്. പിന്നെ ഇതൊക്കെ അപ്പയുടെ ഡെയിലി റൂട്ടീനിൽ പെടുന്ന കാര്യങ്ങളാണ്. അതെല്ലാം രാവിലെ തന്നെ അപ്പയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തിയും കാണത്തില്ല. അങ്ങനെ 6 മണിക്ക് പുറപ്പെടണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6:30 ആയി കേട്ടോ. ഇത് 6:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്ത് വേടിയായിരുന്നേ. ഏഞ്ചല് അമ്മയുടെ കയ്യിലായിരുന്നു, ഞാൻ സെൻറ്ററിലായിരുന്നു. പിന്നെ ജെസ്സി ആൻറ്റിയുടെ മടിയിൽ പ്രിയ, അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. ഇടയ്ക്ക് വെച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിയൻ്റെ മടിയിലോട്ടും വരും ഞങ്ങൾ. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയൊക്കെ തന്നെ പോയത്. കാരണം ഇത്രയും ലോങ് ഉണ്ടല്ലോ.
ഞങ്ങൾ മൊത്തത്തിൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കേട്ടോ പോയത്. കാരണം തീരെ പരിചയമില്ലാത്ത വഴിയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ പൊന്മുടിയിലോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളൊരു 3 മണിക്കൂർ കൊണ്ടെത്തുമെന്നാണ് വിചാരിച്ചത്. 100 കിലോമീറ്റർ 3 മണിക്കൂർ എന്നൊക്കെയാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. കാരണം രാവിലെയും കൂടെ പുറപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് എത്തുമെന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് സമയം എടുത്തു കേട്ടോ ഞങ്ങളവിടെ എത്താൻ വേണ്ടിയിട്ട്. ഗൂഗിൾ മാപ്പിൽ 2-3 വഴി കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. വെളുപ്പിനെ അങ്ങ് ഇറങ്ങിയ കാരണം തിരക്കൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് തന്നെ പോയത്. പക്ഷേ തിരക്കൊന്നും പറയാൻ മാത്രം ഇല്ലായിരുന്നു. പക്ഷെ നല്ല ലോങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയേ ഫുഡ് കഴിച്ചിട്ട് ഇനി യാത്രയാകാമെന്ന് കരുതി. കാരണം അപ്പം തന്നെ സമയം ഒരു 8:30-9 മണി ആ ടൈം ആയായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലത്തേനും ദോശയും സാമ്പാറൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയത്. എല്ലാ സെറ്റപ്പുമായിട്ടാണ് കേട്ടോ പോയത്. ഫുഡെല്ലാം എടുത്ത് അങ്ങനെ അമ്മ തന്നെ എനിക്കും പ്രിയയ്ക്കും വാരിത്തരുവാണ് ചെയ്തത്. കാരണം ഞങ്ങൾ വെള്ളം എടുത്തത് ചെറിയൊരു കുപ്പിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൈ കഴുകി ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് അമ്മ ഞങ്ങൾക്ക് വാരിത്തന്നു. പിന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഫുഡൊക്കെ കഴിച്ച് പുറപ്പെടണമെന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ 10-15 മിനിറ്റിനുള്ളിൽ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഉടനെ പുറപ്പെട്ടു കേട്ടോ. ഏഞ്ചൽ ബാബു പോകുന്ന വഴിക്ക് തന്നെ അങ്ങ് ഉറക്കായി കേട്ടോ. നല്ല തണുത്ത കാറ്റുള്ള കാരണം നല്ല കണക്ക് ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി പുതച്ചൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരിനെ വെച്ചിരുന്നത്. ആദ്യം തൊപ്പി തലയിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ബാഗിനകത്തായ കാരണം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബെഡ്ഷീറ്റ് മേളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ബെഡ്ഷീറ്റ് എടുത്താൽ നാളെ പൊതിയുവാണ് ചെയ്തത്. പ്രിയയ്ക്കും തണുപ്പെന്ന് പറഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളും വഴി വെച്ച് തന്നെ ഒരു സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴിയുടെ ഫുൾ ഗൈഡൻസും ചെയ്തത് അവളായിരുന്നു കേട്ടോ. അവളാണ് ഫുൾ ടൈം മാപ്പ് നോക്കിയിരുന്നത്. ഞങ്ങൾ പോയത് ഭയങ്കര വിജനമായ റോഡെന്ന് വേണേൽ പറയാം കേട്ടോ. ഭയങ്കര കുന്നും കുഴിയും അങ്ങനെയായിരുന്നു. കാരണം ഇടയിൽ അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല. ഒരുപാട് ലോങ് പോകണം ഒരു പെട്രോൾ പമ്പ് കാണണമെങ്കിൽ തന്നെ. ഇതുപോലെ കാണുന്നില്ലേ, ഇതുപോലത്തെ ഇടമായിരുന്നു മുഴുവനും. അങ്ങനെ തിരക്കോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. അത് ഫ്രീ ആയിട്ട് പോയി. രാവിലെ അങ്ങ് ഇറങ്ങിയ കാരണം എല്ലാവരും ഭയങ്കര ചിൽമോടായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രഷ് എല്ലാമായിട്ട് ഇരിക്കുമായിരുന്നു. ഇടയിൽ ഞാനും ഏഞ്ചലും അവയായിട്ട് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവൾ എണ്ണീറ്റ് കേട്ടോ. അപ്പോഴത്തെ വീഡിയോ ആണ് ഇത്. അമ്മ അവളെ നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളും നല്ല കൂളായിട്ടൊക്കെയാണ് കേട്ടോ ഇരുന്ന് നിന്നത്. അവൾ ഫോൺ എടുത്ത് അപ്പം തന്നെ ക്യാമറയിലാണ് കേട്ടോ നോക്കുന്ന. ഫോണിൽ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്തിപ്പിടിക്കാൻ നോക്കുന്നതാണ് കേട്ടോ ഇത് ഫോണിനകത്തോട്ട്. ഈ കാണുന്നതൊക്കെ ഞങ്ങൾ പോയ വഴിയാണ്. കാണാൻ നല്ല കൗതുകം തോന്നിയിട്ടാണ് കേട്ടോ എല്ലാം വീഡിയോ എടുത്ത് വെച്ചത്. കാരണം ഇതുപോലത്തെ വഴിയിലൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ട്രിപ്പൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി വരുന്ന കാഴ്ചകളായിരുന്നു. ഇനി കുറച്ചു നേരം ഞങ്ങൾ പോയ വഴികളൊക്കെ ഒന്ന് കാണാം കേട്ടോ.
ഇത് പാസ് എടുക്കുന്ന ഇടമായിരുന്നേ. ഇവിടെ വന്നപ്പം തന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അമ്മയ്ക്കാണ് അയ്യോ എന്തേലും മേടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, കൊടുക്കായിരുന്നാലും പഴം വല്ല ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇരിക്കായിരുന്നു കേട്ടോ. ഈ വീഡിയോ എല്ലാം എടുത്തത് അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് കുരങ്ങന്മാരെ കണ്ടപ്പോൾ ഓടി നടന്ന കൂടെ വീഡിയോ എടുക്കാനുള്ള ആഗ്രഹമായിരുന്നു. ഇതൊക്കെ ചാടി ചാടി കയറുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖമൊക്കെ നല്ല റെഡ് കളർ ഇരിക്കായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ അതിൻ്റെ അടുത്തോടൊക്കെ പോകാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ 8ൽ പഠിക്കുമ്പോൾ ഒരു വട്ടം ഫാമിലിയായിട്ട് എനിക്ക് കുറ്റാലത്ത് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ വെച്ച് മലയിൽ വെള്ളം കുറഞ്ഞ സമയത്ത് ഒരുപാട് കുരങ്ങന്മാരും കൂടെ ഓടുന്നുണ്ടായിരുന്നു മലയുടെ മുകളിലോട്ട്. ഈ കുരങ്ങന്മാരുടെയൊക്കെ വയറ്റിൽ കുഞ്ഞുങ്ങളെ കപ്പിയിരുന്നിട്ടാണ് കേട്ടോ ഓടിയത്. ആ സമയം എൻ്റെ അടുത്തിരുന്ന ഒരു ആൻ്റെ ഒരു കുരങ്ങൻ്റെ മുതുകി ഞോണ്ടിയിട്ട് ആ തിരിഞ്ഞ് എന്നെ നോക്കിയാൽ ചീറിയത്. ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ എത്തി ടിക്കറ്റ് എടുത്തത് ഞാൻ കരുതിയത് സ്ഥലം എത്തിയെന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് 2 ബൈക്കിലുള്ളവർ വാടാ ഇതുവഴി താഴോട്ട് പോകാമെന്നൊക്കെ 2 ചെറുക്കന്മാരെ കളന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ വിചാരം എത്തി ഇപ്പം സ്ഥലം. പിന്നീടാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ വെച്ച് പാസ് എടുക്കണം, ഇനി 16 കിലോമീറ്റർ അകത്തോട്ട് പോകണം എന്നാലേ സ്ഥലം എത്തത്തോളം. ഒന്നാമത് ഇത്രയും നേരം തന്നെ ട്രാവൽ ചെയ്ത് എങ്ങനെയൊക്കെ സ്ഥലം എത്തിയതിൻ്റെ ആശ്വാസത്തിലായിരുന്നു. അതും കൂടെ കേട്ടപ്പോൾ മൊത്തത്തിൽ പോയി. ശരി ഇനിയുണ്ടല്ലേ 16 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓട്ടേ കയറി യാത്ര തുടങ്ങി കേട്ടോ. അത് മൊത്തം കയറ്റമായിരുന്നു കേട്ടോ. വണ്ടി എഴുന്ന കയറുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് ശേഷം പോയ ഒരുപാട് പേര് റീച്ചായിട്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ അവിടെ റീച്ചായത്. കാരണം ഹൈറ്റ് ആയതും പിന്നെ നല്ല കുത്തനെ നിൽക്കുന്ന റോഡും കൂടെ ആയ കാരണം ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയായിരുന്നേ. വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ചാടി കയറി കുറച്ച് നേരം അവിടെ ഓട്ടോ നിർത്തിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതെല്ലാം. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല കുത്തനെ നിൽക്കുന്ന മലയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ നിന്നെടുത്ത വീഡിയോ എടുത്ത ആ ഡയറക്ഷൻ തെറ്റിപ്പോയി. കാരണം ഓപ്പോസിറ്റ് ആയിരുന്നു. എൻ്റെ കൈ വാവയായിപ്പോയി. പ്രിയ ആയിരുന്നു വീഡിയോ എടുത്തത്. പ്രിയ അപ്പുറത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡായിരുന്നു ഈ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് പോകുന്ന വഴിയായ കാരണം അടുത്തടുത്ത വഴിയിലുള്ളതൊക്കെ എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അടുത്ത് എത്താറാകുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറയും. ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ കുരങ്ങന്മാരെ. പിന്നെ അങ്ങോട്ടൊന്നും കുരങ്ങന്മാരെ കണ്ടതില്ലെന്ന് ഒട്ടും പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തെടുത്ത് കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. പക്ഷെ സൈഡിൽ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ വഴിയിലെല്ലാം ചെറിയ ചെറിയ സൂര്യകാന്തി പൂക്കളുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ സ്പ്രെഡായിട്ട് വിരിഞ്ഞ് നിൽക്കാറുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ഇതാണ് കേട്ടോ. കാരണം അവിടെ എത്തിയപ്പോഴത്തേനും തന്നെ നല്ലോണക്ക് സ്നോ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ക്ലൈമറ്റും കുറച്ച് ഡള്ളായിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ആ 16 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം ശരീരമൊക്കെ തണുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച്. വെളുപ്പിനെ ഇറങ്ങിയപ്പോഴും ഒരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇച്ചിരി വെയിൽ കാരണം അങ്ങനെ പറയാൻ മാത്രം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനുള്ളിലോട്ട് കയറിയപ്പോഴും നല്ല തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണം, ഇങ്ങനെ ഇരിക്കണം, നമുക്ക് അത് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അതിനുള്ള ഒന്നിനുള്ള മൂടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പോകുന്ന വഴിക്ക് നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു പാസ് ചോദിച്ചു കേട്ടോ. അവിടെ വെച്ചെടുത്ത പാസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തി കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു, ആ സ്നോയൊക്കെ വീണേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അതാണ് ക്യാമറയൊക്കെ എടുക്കുമ്പോൾ മങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എത്തിയ ഉടനെ ഞങ്ങൾ ഏഞ്ചലിനെ റെഡിയാക്കുകയാണ് ചെയ്തത്. അവർക്ക് മുയൽ തെങ്ങിൻ്റെ റോംബറൊക്കെയാണ് കേട്ടോ ഇട്ട് കാലിൽ സോക്സും ഇട്ട് അവിടെ നിന്ന് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യം അവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നാന്ന് കരുതി കേട്ടോ. അവൾ ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര കൈയൊക്കെ പൊട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ആള് ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ പുതിയൊരു എടുത്താൽ വന്നതെന്ന് ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പ്രിയക്കും തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളും പെട്ടെന്ന് സോക്സൊക്കെ എടുത്തിട്ട് കേട്ടോ കാലിന്, കാരണം അവർക്ക് നല്ല ബുദ്ധിമുട്ട് കാലിനാണ് കേട്ടോ ഫീൽ ചെയ്തത്. എഞ്ചിനെ നോക്കട്ടെ, എഞ്ചി അമ്മ വേണ്ട ഇഷ്ടം. സുഖം നേരെ ഇച്ചിരൂടെ വലിച്ചിട്ട് കൊടുക്കാൻ ഇച്ചിരൂടെ എഞ്ചിന് എഞ്ചിന് കണ്ടു. വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ സ്വെറ്ററും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ട് കഴിച്ചാണ്. അമ്മ തണുപ്പാന്ന് പറഞ്ഞപ്പോൾ അമ്മക്ക് നേരെ പുച്ഛഭാവമായിരുന്നു. തണുപ്പ് നമ്മളെ കൊണ്ട് പറ്റാത്തതാണ് തണുപ്പൊക്കെ.
അവിടെ വലിയ നടത്തിലേക്ക് പറഞ്ഞിട്ട് ഒന്നും എടുക്കാതെയാണ് കേട്ടോ അമ്മ ഇറങ്ങിയത്. ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് കണക്കെല്ലാം എടുത്തിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് അവിടെ വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് അവിടുത്തെ തണുപ്പിൻ്റെ രീതിയിൽ മനസ്സിലായത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇടാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതിരിക്കായിരുന്നു കേട്ടോ. അമ്മ അതുകൊണ്ട് ഫ്രീ എടുത്ത് വെച്ച് ടവലാണ് കേട്ടോ കഴുത്തിൽ ചുറ്റിയിട്ട് നടന്നത്. അപ്പയ്ക്ക് പിന്നെ തണുപ്പൊന്നും വലിയ വിഷയമേ ആയിരുന്നു. ഞാൻ പിന്നെ മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇതുകൊണ്ട് അവിടെ എത്തിയിട്ട് മുടി അയച്ചിട്ട് കുറച്ചുകൂടെ ചൂടെടുക്കുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ പ്രിയയ്ക്ക് എഞ്ചിൽ ഭാഗമായിട്ട് ഫോട്ടോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ട്. അഴിച്ചിട്ട ചൂടറിയത്തില്ല, തണുപ്പറിയത്തില്ല. ഓ ഞങ്ങൾ പിന്നെ നേരെ കണ്ട ആ ഒരു കുത്തനെ നിൽക്കുന്ന റോഡ് വഴിയാണ് കേട്ടോ ആദ്യം നടന്നു പോയത്. പിന്നെ നടന്ന് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നടക്കണ്ട. അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങളാണ് താഴോട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നടന്നു പോയത്. അമ്മ ആൻറ്റിക്ക് ഇഴഞ്ഞഴിഞ്ഞ് വരുന്നത് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഇത് ഭയങ്കര കുത്തനെ നിൽക്കുന്ന കാരണം പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ള കാരണം കയറാൻ നല്ല പാടുപെടുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കിയപ്പോൾ ആ റോഡൊക്കെ നിരന്ന് നടക്കുമായിരുന്നു. ആ റോഡിലൂടെ നടക്കുന്ന സുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രിയനെ വിളിച്ച് താഴോട്ടാൻ ഇറങ്ങി. പിന്നെ ഏഞ്ചലും അവൻ ആ റോഡിൽ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു കേട്ടോ. കാരണം നല്ല വിശാലമായിട്ടുള്ള വൃത്തിയുള്ള റോഡായിരുന്നു. അപ്പോൾ പിന്നെ വേറെ കുറേ പേരൊക്കെ അവിടെ വന്നിരുന്നു വീഡിയോ എടുക്കുന്ന കണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ ചെയ്തിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ. എവിടെ ഇരിക്കുന്നേ കുറച്ച് പിന്നെ ഇതുപോലെ ഒരു എടുത്ത് വന്നവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നൊരു വീഡിയോ എടുക്കാനുള്ള ആഘോഷം. അതുകൊണ്ട് എല്ലാവരെയും പിടിച്ചിരുത്തി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഏഞ്ചൽ ബാബ അതിനിടെ തന്നെ ഉറങ്ങിയിട്ടാണ്. ഉറക്കത്തിനുള്ള കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അപ്പോഴത്തേനും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരുന്നു കേട്ടോ.
ഒരു 2 മണി ആ ടൈമൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വന്നേക്കാം. പിന്നെ ഏഞ്ചലും ഭയങ്കര തണുപ്പടിച്ചിട്ടാണ് പിന്നെ ഭയങ്കര കച്ചിലൊക്കെ ഉണ്ടാകുന്നത്. കാറ്റ് കാരണം മുടി പറക്കുന്നുണ്ട്. ഞാൻ മുടിയൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചേക്കാം. ഏഞ്ചലിനെ നല്ലപോലെ ഹഗ് ചെയ്ത് പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. കാരണം ആൾക്ക് തണുപ്പാണെന്ന് തോന്നുന്നു, സഹിക്കാൻ പറ്റാത്തതാണ് തോന്നുന്നു. എന്തോ ഒരു ബുദ്ധിമുട്ട് ആൾ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് റോഡിൽ നിന്ന് ഞങ്ങൾ വന്നെടുത്ത് ഓട്ടോ കിടക്കുന്ന അടുത്തോട്ട് പോയതാണ്. പിന്നെ ഏഞ്ചലിന് അപ്പേനെ കൊടുത്തു. എല്ലാവരായിട്ട് ഒരു പീസ് വെക്കാന്ന് കരുതി കേട്ടോ. പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് 3 ഐസ്ക്രീം മേടിച്ചിട്ടോ. അമ്മയ്ക്കും ആൻറ്റിക്ക് ഐസ്ക്രീം മേടിക്കുന്നു പറഞ്ഞു. പിന്നെ അവിടെ ചോറൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നത്. ഒരാൾക്ക് കഴിക്കാൻ പോലും ഉള്ളതില്ല. അതിന് 150 രൂപ ഉണ്ടായിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ അവിടുത്തെ വാഷ്റൂം അത്ര എന്താ പറയാൻ മാത്രം വൃത്തിയോ കാര്യങ്ങളോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നല്ലതൊക്കെ കെട്ടിയിട്ട് നന്നായിരിക്കും തോന്നി. പിന്നെ ഏഞ്ചലും ഫ്രീ ആയിട്ട് അവിടെ കിടന്ന് കളിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ആദ്യം ഒരിടത്തും ചായ കുടിച്ചായിരുന്നു. അന്നേരം കാത് മൊത്തത്തിൽ അടഞ്ഞിരിക്കുമായിരുന്നു. ഭയങ്കര വേദനയും കാത് അടഞ്ഞിട്ട് ക്ലിയറായിട്ട് കേൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പയുടെ കാത് തുറന്ന സമയത്ത് ഓട്ടയുടെ സൗണ്ടൊക്കെ ചേഞ്ച് ആയ പോലെയാണ് അപ്പയ്ക്ക് തോന്നിയത്. കാത് തുറന്നിട്ട് കുറച്ച് നേരം പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രീംസ് മാളിലൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കുറച്ച് ലോങ് ട്രിപ്പ് ഉള്ള കാരണം ഒന്നും നോക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.